ജൂത ക്രൈസ്തവ സംഘർഷങ്ങൾ നിലനിൽക്കെ വളരെ പെട്ടെന്ന് 100-110 വർഷങ്ങൾക്ക് മുമ്പ് വളരെ പെട്ടെന്ന് വലിയ രീതിയിലുള്ള ഒരു ക്രിസ്ത്യൻ സ്നേഹമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ സെമിറ്റിക് വിരുദ്ധത എന്ന് പറയുന്നത് യൂറോപ്പിന്റെ അടിസ്ഥാന പ്രകൃതമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ വരെ നിലനിന്ന എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഏറ്റവും ഒടുവിൽ 18ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ, അതിനു മുമ്പ് അന്തലൂസില്, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടനെ ഏറ്റവും ഒടുവിൽ ജർമ്മനിയിൽ വിവിധ ഘട്ടങ്ങളിൽ നമുക്കറിയാം. പിന്നെ അന്തലൂസില് മുസ്ലിം ഭരണം കാലം ശേഷം മുസ്ലിങ്ങളോടൊപ്പം തന്നെ ആട്ടിയോടിപ്പിക്കപ്പെട്ട ചില വിഭാഗങ്ങളാണ് ജൂതന്മാര്. അതുപോലെ ഇൻക്വസിഷൻ എന്ന് പറയുന്ന ക്രിസ്തു ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇൻക്വസിഷൻ എന്നാൽ മതവിരുദ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കൂട്ടത്തോടെ കൊല്ലുന്ന പ്രവണത, അത് യഥാർത്ഥത്തിൽ ജൂതന്മാർക്ക് എതിരായിരുന്നു. ജൂതന്മാര് അവരൊക്കെ പിന്നെ തടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മതം സ്വീകരിച്ച് അവർക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തു മതത്തിൽ വിശ്വാസമില്ല. അതിൻ്റെ പേരിൽ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർക്കെതിരെയുള്ള പ്രതികാര നടപടികൾ ഇൻക്വസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായി ഈ ജൂതവിരുദ്ധതയെ വളരെ പെട്ടെന്ന് ഒരു ജൂതസ്നേഹമായിട്ട് പരിവർത്തിപ്പിക്കുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട് 1986 തിയോഡർ ഹെർസലിന്റെ ജൂതരാഷ്ട്രം എന്ന് പറയുന്ന സയനിസമാണ് യഥാർത്ഥത്തിൽ ആദ്യമായി ഇസ്രായേൽ എന്ന പ്രൊജക്റ്റ് കൊണ്ടുവന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ 1884 ഇന്ത്യയിൽ ജനിച്ച പിന്നെ ഡോക്ടർ റവറൽ എന്ന് പറയുന്ന ഫ്രെഡറിക് എന്ന് പറയുന്ന ഒരു ബിഷപ്പ്, അദ്ദേഹമാണ് റെസ്റ്റോറേഷൻ ഓഫ് ജൂത ഇൻടു പലസ്തീൻ, ഫലസ്തീനിലേക്ക് ജൂതന്മാരെ തിരിച്ചു കൊണ്ടുവരിക എന്ന പ്രൊജക്റ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇതിന്റെ പിന്നിൽ ഒരു തിയോളജി ഉണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു തിയോളജി എന്ന് പറയുന്നത് ഈ ബൈബിളിലെ സാധാരണഗതിയിൽ മുഖ്യധാര ക്രിസ്ത്യാനികൾ എന്നാൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ അവഗണിച്ചിരുന്ന ബൈബിളിലെ ഒരു ഭാഗമാണ് ഈ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത്. ഈ വെളിപാട് പുസ്തകത്തിൽ ഒരുപാട് പ്രവചനങ്ങളുണ്ട്. എസ്കറ്റോളജിക്കലായ ഒരുപാട് ഭാവിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവചനങ്ങളുണ്ട്. ഈ പ്രവചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് സംഭവിക്കണമെങ്കിൽ ലോകത്തുടനീളമുള്ള ജൂതന്മാർ പിന്നെ യെരുശലേം എന്ന് പറയുന്ന ഈ ക്രിസ്ത്യാനികൾ കൂടി പിന്നെ അവർ പവിത്രതയായി കാണുന്ന ഈ പ്രദേശത്ത് ലോകത്തുടനീളമുള്ള ജൂതന്മാർ ഒന്നിക്കണം. അപ്പോൾ അവർക്ക് ശക്തമായ ഒരു രാഷ്ട്രം വരുമ്പോൾ മാത്രമാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് സാധ്യമാകുക. ഈ രണ്ടാം വരവ് വന്നതിന് ശേഷം ഉള്ള 1000 വർഷം പിന്നെ യേശുക്രിസ്തുവിന്റെ ഭരണമായിരിക്കും. ആ സന്ദർഭങ്ങളിൽ പിന്നെ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാ ജൂതന്മാരും ക്രിസ്ത്യാനികളായിട്ട് മാറും. അല്ലാത്തവരെ യേശുക്രിസ്തു കൂട്ടക്കൊല നടത്തുമെന്നാണ് ഇവരുടെ അതാണ് ക്രൈസ്തവ സയനിസം എന്ന് പറയുന്ന. അപ്പോൾ ഈ ജൂത സയനിസം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു ക്രൈസ്തവ സയനിസം ഉണ്ടായിരുന്ന ഇവാഞ്ചലിക്കലുകളായ എന്നാൽ ഈ പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്ക ഇതിന് വ്യത്യസ്തമായ ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ബൈബിൾ എന്ന് പറയുന്നത് പൊതുവെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ ഇവാഞ്ചലിക്കുകൾ വരുന്നതിന് മുമ്പ് തന്നെ, ഇവാഞ്ചലിക്കൾക്ക് മുമ്പ് പ്രൊട്ടസ്റ്റന്റുകൾ 16ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിന്റെ അദ്ദേഹമാണ് ബാക്ക് ടു ടെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റിലേക്ക് മടങ്ങുക, അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ നവീകരണം എന്ന് പറയുന്നത്. എന്നാൽ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ബൈബിള് നമ്മൾ പഴയ കാലത്ത് മുസ്ലിങ്ങളൊക്കെ വിചാരിച്ചാൽ അതൊരു ബർക്കത്തിന് വേണ്ടി വീട്ടിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ബൈബിൾ അങ്ങനെ വായിക്കേണ്ട ഒരു സംഗതിയല്ല. ബൈബിൾ പുരോഹിതന്മാർ എന്താണോ വ്യാഖ്യാനിക്കുന്നത് അത് പുലർത്തിയാൽ മതി, അത് നിങ്ങൾ ജീവിതത്തിൽ പാലിച്ചാൽ മതി. നിങ്ങൾ സ്വന്തമായിട്ട് ബൈബിൾ വായിക്കേണ്ടതില്ല എന്നായിരുന്നു മുഖ്യധാര ക്രിസ്ത്യാനികളുടെ വിശ്വാസം. എന്ന് മാത്രമല്ല, അപ്പൊ അതുകൊണ്ടാണ് വീട്ടിലവർ ഒരു വളരെ എന്താ പറയുക ബർക്കത്തോടു കൂടി വളരെ ആദരവോടു കൂടി വീട്ടിൽ ഒരു മൂലയിൽ വെക്കുക എന്ന് അവർ സ്വന്തമായിട്ട് വായിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ വന്നതിന് ശേഷം ബാക്ക് ടു ടെക്സ്റ്റ് എന്നാൽ ടെക്സ്റ്റിലേക്ക് മടങ്ങുക എന്നാൽ അതാണ് യഥാർത്ഥം. അങ്ങനെ ഇവർ ഈ ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങി. ടെക്സ്റ്റ് വായിച്ചപ്പോഴാണ് കുറേ പ്രവചനങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വരുന്നത്. നേരത്തെ അവർക്ക് ഇതൊന്നും അറിയില്ല. കാരണം മാത്രമല്ല കത്തോലിക്കർ ഈ പ്രവചനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. വെളിപാട് പുസ്തകം എന്ന് പറയുന്ന അതിന് വലിയ പ്രാധാന്യം അവർ കൽപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട്
അവര് അത് പക്ഷെ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികള് ഇതെടുത്ത് വായിക്കി ഇതിന് വലിയ രീതിയിൽ പ്രചാരം നൽകുകയും ചെയ്തു. വലിയ രീതിയിൽ പ്രചാരം നൽകിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുഖ്യധാരാ ക്രിസ്ത്യാനികളുണ്ടല്ലോ, കത്തോലിക്ക ക്രിസ്ത്യാനികള്, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾക്ക് അവർക്കിടയിൽ അവരിൽ നിന്ന് ആളുകൾ വലിയ രീതിയിൽ ഇവരിലേക്ക് ചോർന്നു പോകാൻ തുടങ്ങി, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിലേക്ക് കടന്നു പോകാൻ തുടങ്ങി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവരും നമ്മളെ ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ കേരളത്തിലടക്കം ഉയർന്നു വന്ന ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന വലിയ രീതിയിൽ അമേരിക്കയിൽ ഈ ബൈബിൾ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ബില്ലി ഗ്രഹാമിനെ ഇപ്പോൾ യോഹൻ ഇവിടെ കേരളത്തിൽ ആ അർത്ഥത്തിലുള്ള വലിയ രീതിയിലുള്ള ബൈബിൾ വായിച്ചുകൊണ്ടുള്ള വലിയ സുവിശേഷ പ്രസംഗങ്ങളുണ്ട്. ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ നേരത്തെയുള്ള ജൂതവിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ജൂത സ്നേഹമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ യൂറോപ്പിന്റെ ഒരു വലിയ, അതേസമയം ഇതിൽ വലിയ ഒരു യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു സാമ്രാജ്യത്വ താല്പര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വിപണി താല്പര്യങ്ങളുണ്ട്. മത താല്പര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ ഒന്നായിട്ട് ഈ ജൂതന്മാർ എന്ന് പറയുന്ന യൂറോപ്പിൽ നിന്ന് ഒന്നടങ്കം ഇസ്രായേൽ വന്നാൽ സ്വാഭാവികമായിട്ടും മധ്യപൗരസ്ത്യ ദേശം എന്ന് പറയുന്നത് ഒരു മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അറബികളുടെ മേധാവിത്വമുള്ള അവിടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ രാഷ്ട്രം ഉതകുമെന്ന ഒരേ സമയം ഈ രാഷ്ട്രീയ സാമ്രാജ്യത്തെ സാമ്പത്തിക താല്പര്യങ്ങളും മറുഭാഗത്ത് ഈ മത താല്പര്യങ്ങളോട് ഒന്നിച്ചു വരുമ്പോഴാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സിയോണിസം എന്ന് പറയുന്ന ഒരു സംഗതി രൂപം കൊള്ളുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞു, യൂറോപ്പിന് എപ്പോഴും യൂറോപ്പിന്റെ ഒരു പൊതുവെ രീതി എന്ന് പറഞ്ഞാൽ ഒരു അപരൻ എപ്പോഴും വേണമെന്നുള്ളതാണ്. യൂറോപ്പ് നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ യൂറോപ്പിന്റെ പ്രാഗ്രൂപങ്ങള് റോമൻ എന്ന് പറയുമ്പോൾ അവർ പാഗൻസ് എന്ന് പറയും, അവർക്കെതിരെയുള്ള ആളുകൾ പാഗൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ബർബേറിയൻസ് എന്ന് പറയും. ഇങ്ങനെ വന്ന് അത് യൂറോപ്പിൽ എത്തുമ്പോൾ യൂറോപ്പിൽ പിന്നീട് അത് സെമിറ്റിക് വിരുദ്ധതായിട്ട് മാറി. അപരൻ എന്ന് പറയുന്നത് സെമിറ്റിക്കുകളായി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജൂതന്മാരായിട്ട്. പക്ഷേ പിന്നീട് ഈ രണ്ട് വിഷയങ്ങൾ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ നിന്ന് അവരുടെ മത ബിഷപ്പുമാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ രണ്ട് പ്രധാനപ്പെട്ട സംഗതി, ഒന്ന് യെരൂശലവുമായി ബന്ധപ്പെട്ട കുദ്സ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രാധാന്യമുള്ളൊരു സംഗതിയാണല്ലോ. ഈ കുദ്സ് മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. കുദ്സ് മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. 1100 നമുക്കറിയാം 1999 ഈ കുദ്സ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോപ്പിന്റെ ആഹ്വാന പ്രകാരം സംഘടിച്ചെത്തിയ യൂറോപ്പിൽ നിന്ന ആളുകളല്ല, അവിടുത്തെ ആളുകളല്ല, യൂറോപ്പിൽ വന്ന ആളുകളാണ് ഈ കുദ്സ് കീഴടക്കിക്കൊണ്ട് പിന്നീട് 99 വർഷക്കാലം അവരുടെ ഭരണത്തിലായിരുന്നു. 1188 അത് സലാഹുദ്ദീൻ തിരിച്ചു പിടിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മതപരവും രാഷ്ട്രീയമായ ഒരു പക. രണ്ടാമത്തെ പ്രശ്നം 1453 പ്രത്യേകത എന്ന് പറഞ്ഞത് സുൽത്താൻ മുഹമ്മദ് അൽ ഫാത്തിഹ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നത്തെ ഇസ്തംബൂൾ എന്ന് പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, ഈ ഇസ്തംബൂൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പ്രദേശം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടാണ്. ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്ന് പറയുന്നത് പിന്നെ AD 353 ക്രിസ്തുമതം സ്വീകരിച്ച റോമിലെ ആദ്യത്തെ ഭരണാധികാരിയാണ്. എന്നാൽ മതം തന്നെ പൂർണ്ണമായിട്ടും രാഷ്ട്രം തന്നെ പൂർണ്ണമായിട്ടും മതമായിട്ട് തന്നെ ക്രിസ്തുമതം സ്വീകരിച്ച റോമൻ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ. ഈ കോൺസ്റ്റന്റൈൻ സ്ഥാപിച്ച നഗരമാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഇതായിരുന്നു കോൺസ്റ്റന്റൈന് ശേഷം ഈ മൊത്തം റോമാ സാമ്രാജ്യത്തിന്റെ ഒരു ആസ്ഥാനം. പക്ഷെ പിന്നീടത് ഈ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം തകർന്നപ്പോൾ ഈ പൗരസ്ത്യൻ റോമാ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിളാണ് 1453 സുൽത്താൻ മുഹമ്മദ് അൽ ഫാത്തിഹ് എന്ന് പറയുന്ന ഉസ്മാനി ഭരണാധികാരി ജയിച്ചടക്കുന്നത്. ഈ രണ്ട് സംഭവവും ഈ യൂറോപ്പിന്റെ ക്രൈസ്തവ ലോകത്തിന്റെ മതപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ അവരെ അങ്ങേയറ്റം മുസ്ലിം വിരുദ്ധമാക്കിയ സംഗതി. മറ്റൊരു വിഷയം നേരത്തെ അവർ തീർത്തു. 1402 അവർ തീർത്ത മറ്റൊരു വിഷയമുണ്ട്. അത് അന്തലൂസിന്റെ വിഷയമായിരുന്നു. അന്തലൂസ് എന്ന് പറയുന്നത് ഏകദേശം 800-700 വർഷക്കാലം മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. 1492 എന്നാൽ കൊളോണിയലിസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ യഥാർത്ഥത്തിൽ അതോടുകൂടിയാണ്. 1492 ഈ കത്തോലിക്ക രാജാക്കന്മാര് ഈ സ്പെയിൻ കീഴടക്കുകയും സ്പെയിനിലെ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ജൂതന്മാരെയും ഒന്നടങ്കം കുടിയിറക്കുകയാണ്.
അപ്പോൾ യൂറോപ്പിന്റെ ആ ഒരു അർത്ഥത്തിൽ നമുക്കറിയാം ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള അതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും വിയന്ന വരെ ഉസ്മാനികൾ എത്തിയിരുന്നു. വിയന്നയിൽ തടയപ്പെട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ യൂറോപ്പ് തന്നെ വേറെ അത് മറ്റൊരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ. ഇങ്ങനെ യൂറോപ്പിലേക്ക് ഉസ്മാനികളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലേക്ക് തന്നെ വികസിപ്പിച്ച വലിയ ഭരണകൂടമായിരുന്നു. പക്ഷേ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും മുസ്ലിം ഭരണത്തിൽ എന്നുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അതേ സമയത്ത് അവിടെ തദ്ദേശീയര് വളരെ സ്വതന്ത്രമായി ഈ ഒരു സംസ്കാരം യൂറോപ്പിന് അപരിചിതമായൊരു സംഗതിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കുടിയിറക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഈ കുടിയിറക്ക് സ്പെയിനിൽ അവർ ആ അർത്ഥത്തിലാണ്. ഒരു മുസ്ലിം അവശേഷിക്കാത്ത വിധം, ഒരു ജൂതനും അവശേഷിക്കാത്ത വിധമാണ് 1492 ഇവിടെ നിന്നാരെ മുസ്ലിങ്ങളെ കുടിയിറക്കിയത്. പക്ഷെ ആ പ്രശ്നം അവർ പരിഹരിച്ചു. പക്ഷെ ഈ രണ്ട് പ്രശ്നവും അവരുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള അതിനുശേഷമാണ്. ഇപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഐക്കലിൻ്റെ അയാത്ത് മുഹമ്മദിൻ്റെ ആമുഖം നിങ്ങൾ വായിച്ചാൽ എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ എന്ന് ഞാൻ പറഞ്ഞ നമ്മൾ ഈ ഇസ്ലാമോഫോബിയ എങ്ങനെയാണ് ക്രിസ്ത്യൻ പാതിരിമാർ എങ്ങനെയാണ് വളർത്തിയെടുത്തത്, മുഹമ്മദ് നബിയെ ആ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇത് വേറൊരു സന്ദർഭത്തിൽ സയ്യിദ് മൗദൂദി അദ്ദേഹത്തിൻ്റെ ഇസ്ലാഹു വർ തബ്ദീൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വെസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഈ ക്രിസ്ത്യൻ സമുദായം നമ്മൾ പറയും ഇപ്പോൾ എന്നാൽ ആധുനികതയ്ക്ക് ശേഷം അവർ സെക്കുലർ യൂറോപ്പാണ്. പക്ഷെ സെക്കുലർ യൂറോപ്പിന്റെ മനസ്സിലും എന്തുകൊണ്ട് ഇസ്ലാം വിരുദ്ധത ഉണ്ടായി എന്നതിനെ കുറിച്ച് വളരെ സൂചന നൽകുന്നുണ്ട്. നിരന്തരമായി അവർ ചരിത്രപരമായി അവർ കേട്ടുകൊണ്ടിരുന്ന ഈ ഇസ്ലാം വിരുദ്ധത അവർക്ക് ക്രിസ്ത്യാനികളോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. ക്രിസ്ത്യാനികളോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. ഈ ആധുനികവാദികളായതിനാൽ മതത്തിൽ നിന്ന് പുറത്തു പോയ ആളുകൾക്ക് ക്രിസ്ത്യാനിറ്റിയോട് അവർക്ക് വിരോധമില്ല. പക്ഷെ ക്രിസ്ത്യാനിറ്റി നിരന്തരമായി ആർക്കെതിരാണോ വിരോധം പ്രചരിപ്പിച്ചിരുന്ന അവരോട് വിരോധം അവരുടെ മനസ്സിൽ ഉണ്ടാവും. ഇതൊരു മാനസികമായൊരു പ്രശ്നമാണ്. പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഇപ്പോൾ സയ്യിദ് മൗദൂദി തന്നെ ഒരു പ്രവർത്തകരോടുള്ളൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നടത്തിയൊരു പ്രസംഗത്തിൽ തെർബിയത്തി പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ലീഗിൽ നിന്ന് കടന്നു വന്ന ആളുകളുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ലീഗിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ ലീഗിലേക്ക് വന്നത്. പക്ഷെ നിങ്ങൾക്ക് കോൺഗ്രസിനെ തീരെ കണ്ടുകൂടാ, കോൺഗ്രസ്സുകാരെ തീരെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? നിങ്ങൾ പണ്ട് കോൺഗ്രസിനെതിരായിരുന്നു. നിങ്ങൾ അതേപോലെ തന്നെ കോൺഗ്രസിന് തിരിച്ചു വന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് കോൺഗ്രസിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ആ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ജമാഅത്തിലേക്ക് വന്നത്. പക്ഷെ നിങ്ങൾക്ക് ലീഗിനോട് ഇപ്പോഴും നിങ്ങൾക്ക് ഭയങ്കരമായ അവജ്ഞയും പകയാണ്. ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതായാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ ജമാഅത്തുകാരാവുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു മാനസികാവസ്ഥ നമുക്കൊക്കെ മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഈ സംഘടനകളൊക്കെ വളരുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥ യൂറോപ്പിനെ മതം ഉപേക്ഷിച്ചിട്ട് പോലും മുസ്ലിം വിരുദ്ധ. അപ്പൊ ഈ ഒരു ഇസ്ലാമോഫോബിയ ഇതെല്ലാം കൂടി ഇതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ അവരുടെ വിപണി താല്പര്യങ്ങളോട് കൂടിച്ചേർന്ന ഒരു സംഗതിയാണ് ഇതിനെ ഈ ഒരു സമഗ്രതയിൽ മനസ്സിലാക്കാതെ ഇതൊരു എന്താ പറയുക, വളരെ ലോകത്തിൽ നമ്മൾ പറയല്ലോ, ലോകത്തിലെ വളരെ നമ്മൾ ഈ ജൂതമതത്തിന്റെ അവരുടെ ശക്തി നമ്മുടെ എതിരാളികളുടെ ശക്തി തീരെ കുറച്ച് കാണിക്കലും പ്രശ്നമാണ്. അല്ല, അതേ സമയത്ത് വലിയ ശക്തിയാണെന്ന് മനസ്സിലാക്കലും വളരെ പ്രശ്നമാണ്. എന്നിട്ട് അവരുടെ ഒരു ശക്തിയിലല്ല യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. ഈ ഇസ്ലാം വിരുദ്ധമായ ഇസ്ലാമോഫോബിക്കായ മതപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാരണമായ മഹാഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ ഇസ്ലാമോഫോബുകളുടെ പിന്തുണയിലാണ് ഈ ഒരു ഇസ്രായേൽ രാഷ്ട്രം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ചരിത്രപരമായ മറ്റതിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ എങ്ങനെയാണ് ഇസ്രായേൽ അതിന്റെ അവകാശവാദങ്ങളൊക്കെ തീർച്ചയായിട്ടും ചരിത്രപരമായ സൂചനകൾ ഞാൻ അതിലേക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ വിഷയത്തിന്റെ ഒരു തലക്കെട്ട് കണ്ടപ്പോൾ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി ആ വശം യൂസുഫ് സാഹിബിലേക്ക് വിട്ടുകൊണ്ടുകൊണ്ട് ആധുനിക ഇസ്രായേൽ എന്ന ആ ഒരു മിത്തിന്റെ ചില വിഷയങ്ങളിലേക്ക് ആ ഒരു മിത്ത് എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ചരിത്രപരമായി ഒരു സൂചന പറയാം. ചരിത്രപരമായി രണ്ട് മിത്തുകൾ അവർ സ്വയം സൃഷ്ടിച്ചു. ഒന്ന് തങ്ങളുടെ വാക്തത്വ ഭൂമിയാണ്.
എന്നാൽ മൂസ നബി അലൈഹി ഇസ്ലാമിലൂടെ മോശയിലൂടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭൂമിയാണ്. അതുകൊണ്ട് അതെന്നും ഞങ്ങളുടെ അവകാശമാണ്. ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തത്, ഇത് ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ നാടാണ്. എന്നാൽ ഞങ്ങളുടെ പൂർവ്വപിതാവായ യാക്കൂബ് നബി എന്ന് പറയുന്ന ഇസ്ഹാഖ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ പുത്രനായ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഈ ഇസ്രായേൽ എന്ന യാക്കൂബ് നബി, യൂസുഫ് നബി, അദ്ദേഹത്തിന് 12 മക്കളുണ്ടല്ലോ. നമുക്കെല്ലാം സുഹൃത്ത് യൂസുഫ് പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഈ 12 മക്കളുടെ വംശപരമ്പരക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ ആ അർത്ഥത്തിലാണ് ഇസ്രായേലിലാകുന്നത്. അത് ഞങ്ങളുടെ ഒരു എന്നാൽ യാക്കൂബ് നബി ആദ്യം താമസിച്ച് അവിടെയായിരുന്നു. അവിടുന്ന് പിന്നീട് അത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. ഈജിപ്തിൽ അടിമകളാക്കപ്പെട്ട് എന്നാൽ കുറേ ആളുകൾ അടിമകളായിരുന്നു. പിന്നീട് അവർ യൂസുഫ് നബിക്ക് അവിടെ അധികാരം ഉണ്ടായപ്പോൾ അവരെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അവർ തിരിച്ചു പോകുന്നത് മൂസാ നബിയുടെ കാലത്താണ്. മൂസാ നബി അവർ തിരിച്ചു കൊണ്ടുപോകുന്നു. തിരിച്ചു പോയിട്ട് അവർ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ഖുർആൻ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഖുർആൻ പറഞ്ഞപ്പോൾ അവർ അതിന് തയ്യാറായില്ല. അങ്ങനെ പിന്നീട് അവരെ 40 വർഷത്തോളം യത്തിഹൂന ഫിൽ അർള്, ഭൂമിയിൽ അലയാൻ വിട്ടു. പിന്നീട് അവർക്ക് ഇടയിൽ വളർന്ന ചെറുപ്പക്കാരാണ് യൂഷഅ ഇബ്നു നൂൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനിലൂടെയാണ് പിന്നീട് അവർ അതിൻ്റെ ഈ കുദ്സിലെത്തിയിട്ടില്ല. കുദ്സ് അവർക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുദ്സിൻ്റെ അടുത്ത് അവർ എത്തിച്ചേർന്നു. പിന്നീട് കുദ്സ് മോചിപ്പിക്കുന്നത് ഈ ഖുർആനിൽ പറഞ്ഞ ഈ ശമൂവേൽ പ്രവാചകൻ ഒരു രാജാവിനെ നിയമിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ താലൂത്തിനെ നിയമിച്ചു കൊടുത്തു. താലൂത്ത് അവർ യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് സൂറത്തുൽ ബഖറയിലെ ഒരു നദി കടക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ കുറച്ചാളുകൾ മാത്രമേ വെള്ളം കുടിക്കാതിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വെള്ളം കുടിച്ചു. അവസാനം അവർ യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ വലിയ മല്ലന്മാരാണ്, ഈ കനാനികൾ എന്ന് പറയുന്ന വലിയ വലിയ മല്ലന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ ഏറ്റുമുട്ടാനൊന്നും പറ്റൂല എന്നവർ പറഞ്ഞു. അവസാനം ഈ ദാവൂദ്, അവരെ വളരെ ചെറുപ്പക്കാരനായ 14 വയസ്സായ ദാവൂദ് നബി രംഗത്ത് വരികയും അപ്പോൾ അവർ ഈ കുട്ടിയാണോ, ഇയാളാണോ ഈ വലിയ മല്ലനോട് യുദ്ധം ചെയ്യാൻ വന്നു എന്ന് പറയുന്നത്. അവസാനം ആ കുട്ടിയാണ് ഈ വക്കത്തലെ ദാവൂദ് ജാലൂത്ത് എന്ന് പറയുന്ന, നമുക്ക് എല്ലാവർക്കും അറിയുന്നു, ഞാൻ അത്ര വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവർ വളരെ കുറഞ്ഞ കാലം, ഒരു 60-70 വർഷമാണ് പിന്നീട് ദാവൂദ് നബിയും സോളമൻ എന്നാൽ സുലൈമാൻ നബിയുടെയും കാലത്ത് ഈ പ്രദേശം എന്ന് പറയുന്ന, ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശം അവർ ഭരിച്ചത്. അതിൻ്റെ ഒരു അതായത് അവരുടെ വാഗ്ദത്തം അന്ന് തന്നെ പൂർത്തീകരിക്കപ്പെട്ടതാണ്. രണ്ടാമത്തത്, ഇത് അവരുടെ പിതൃഭൂമിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ജന്മാവകാശം. ഇത് 2 വാദമാണ്. ഇതിൻ്റെ വാദത്തിൻ്റെ വിശദാംശങ്ങൾ യൂസുഫ് സാഹിബിൻ്റെ ക്ലാസ്സിൽ വരും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തുടർന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കെട്ടിപ്പടുക്കാൻ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ചരിത്രപരമായ വ്യാജമിത്ത് ഇതിനെ വലിയ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തു. മറ്റു വളരെ പ്രധാനപ്പെട്ട ലോകം ഇന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, പക്ഷേ രവിചന്ദ്രനൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തൊരു സംഗതി എന്ന് പറയുന്നത്, ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ 1886 ഈ സിയോണിസ്റ്റ് രാഷ്ട്രീയ സിയോണിസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പിന്നീട് പറയാം. ഈ യഹൂദ രാഷ്ട്രം എന്ന് പറയുന്ന തിയോഡർ ഹെർസൽ എന്ന് പറഞ്ഞ യഹൂദ രാഷ്ട്രം എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലൂടെയാണ് ഇങ്ങനെ ഒരു ജൂതരാഷ്ട്രം എന്ന രീതിയിലേക്ക് ഈ സംഗതി മാറുന്നത്. സിയോണിസത്തിന്റെ രാഷ്ട്രീയ സിയോണിസമാണ്. അതേസമയം സിയോണിസം നേരത്തെ ഉണ്ട്. സിയോണിസം എന്ന് പറയുന്നത് ആത്മീയ രംഗത്ത് ഈ ഒരു സിയോൺ എന്ന് പറയുന്ന ഈ ഖുദ്സ് പ്രദേശങ്ങൾ ഒരു ആത്മീയ കേന്ദ്രമായി മനസ്സിലാക്കുന്ന, അതിനൊരു രാഷ്ട്രീയമായ ഒരു രാഷ്ട്രം എന്ന രീതിയിൽ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനെ പൊളിറ്റൈസ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഈ തിയോഡർ ഹെർസൽ ചെയ്തത്. അദ്ദേഹം ഒരു സന്ദേഹവാദിയായിരുന്നു, വിശ്വാസിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് അടുത്ത് സൂചിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഇതിന് ശേഷം അവർ പറയുന്ന ഏറ്റവും വലിയൊരു പ്രചാരണം എന്ന് പറയുന്നത്, ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു എംപ്റ്റി ലാൻഡ് ആയിരുന്നു എന്നുള്ളതാണ്. എംപ്റ്റി ലാൻഡ് ആയിരുന്നു എന്നാൽ മനുഷ്യവാസമില്ലാത്ത അങ്ങേയറ്റം തരിശായി കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഫലസ്തീൻ എന്നാണ് ഇവർ നിരന്തരമായി പ്രചരിപ്പിച്ചത്. ഈ ഇസ്രായേലിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പോയി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അതിൽ പഴയ ഫലസ്തീനെ കുറിച്ച് വളരെ വളരെ തരിശായ, തീരെ ആളുകളില്ലാത്ത ഒരു പ്രദേശമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിനൊരു വലിയൊരു തമാശ എന്ന് പറയുന്നത്,
തിയോഡർ ഹെർസൽ തന്നെ അദ്ദേഹം ഒരു ജൂത റബ്ബിയെ ഈ ഇസ്രായേലിലേക്ക്, ഈ പ്രദേശത്തേക്ക് ഫലസ്തീനിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ. അപ്പം അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ബ്രൈഡ് ഈസ് ബ്യൂട്ടിഫുൾ, ഈ വധു വളരെ സുന്ദരിയാണ്, ബട്ട് എന്താ പറയുക, അടുത്ത കാര്യം പറയുന്നത് ഷീസ് മാരീഡ് അനദർ മാൻ. എന്നാൽ ഷീസ് മാരീഡ് അനദർ മാൻ, വധു വളരെ മനോഹരിയാണ്, പക്ഷെ മറ്റാരോ കല്യാണം കഴിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് എർസലിന് കൊടുത്ത റിപ്പോർട്ടാണ്. ഇതാണ് അവർ നിരന്തരമായി ഇപ്പോഴും കേരളത്തിൽ ഈ രവിചന്ദ്രന്റെ പ്രഭാഷണത്തിലൊക്കെ തന്നെയും ഈ എംപ്റ്റി ലാൻഡാണെന്ന പ്രയോഗങ്ങൾ തന്നെ, തരിശായ പ്രദേശങ്ങളെ, ജനവാസമില്ലാത്ത പ്രദേശങ്ങളെ ഞങ്ങൾ കൾട്ടിവേറ്റഡ് ആക്കി എന്നാണ് ഒരു ഇതാണ് ഒന്നാമത്തെ വിത്ത്. ഇതൊക്കെ 1878 ഉസ്മാനികൾ നമ്മൾ 1517 മുതൽ 1917 വരെ ഉസ്മാനികളായിരുന്നു ഫലസ്തീൻ ഭരിച്ചിരുന്നത്. ഈ സന്ദർഭത്തിൽ 1858 സെൻസസിൽ മൊത്തം അവിടുത്തെ ജനസംഖ്യ 4,62,000 അവിടുത്തെ ആ സന്ദർഭത്തിലുള്ള ഈ ഇപ്പോൾ പറയുന്ന ഈ ഫലസ്തീനിലെ 4,62,000 ജനസംഖ്യ. ആ 4,62,000-ൽ 4,06,000 ഏകദേശം 87% മുസ്ലിങ്ങളായിരുന്നു. 45,000-ഓളം ആളുകൾ ക്രിസ്ത്യാനികൾ, ഏകദേശം 10-15% അടുത്ത്. കേവലം 15,000 ജൂതന്മാരാണായിരുന്നു ഈ എർസലിന് ശേഷം, ഈ സിയോണിസം ഉണ്ടായതിനു ശേഷം അങ്ങോട്ട് വ്യാപകമായ കുടിയേറ്റ പ്രസ്ഥാനം ആരംഭിച്ചതിന് മുമ്പ് വരെയുള്ള ഫലസ്തീൻ്റെ കണക്ക് 87% മുസ്ലിങ്ങൾ, 10-15 വരെയുള്ള ക്രിസ്ത്യാനികൾ, 3 മുതൽ 5 വരെ ജൂതന്മാർ. ഇത് കൃത്യമായ കണക്കാണ്. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ അവരുടെ അവർ പ്രചരിപ്പിക്കുന്ന അവരുടെ ഏറ്റവും വലിയൊരു നരേഷൻ എന്ന് പറയുന്നത്, ഇത് ഒരിക്കലും എന്തല്ല, ഈ ഞങ്ങൾ ഈ ജൂതന്മാരെന്ന് പറയുന്നത് അവര് നാടില്ലാത്ത ജനതയാണ്. അതുകൊണ്ട് അവർക്കൊരു നാട് വേണം. നാടില്ലാത്ത ജനത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രദേശത്തും നമ്മൾ പല സ്ഥലത്തും ഉദാഹരണമായിട്ട് ഇപ്പോൾ സ്പെയിനിലെ ഇപ്പോൾ മുസ്ലിങ്ങൾ കുറഞ്ഞ കാലം ഭരിച്ചിരുന്നു പറഞ്ഞത്, ഇപ്പം സ്പെയിനിന് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ആ രീതിയിൽ കുടിയേറ്റ പ്രസ്ഥാനം ആരംഭിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സ്പെയിൻ 600 വർഷക്കാലം ഞങ്ങളുടെ ആൾ ഭരിച്ചിരുന്നത്, അതുകൊണ്ട് ഇവിടെ ഭരണം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ലോകത്തുടനീളം ആളുകളെ, ജൂതന്മാരെ അങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തി ആ രീതിയിലൊരു പ്രസ്ഥാനം ആരംഭിച്ചാൽ എങ്ങനെയായിരിക്കും അതിനെ ലോകം കാണുക? ഈ ഒരു അർത്ഥം. അപ്പം അതേസമയം ഗാന്ധിജി വളരെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയെ പലരും ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ സന്ദർഭത്തിൽ പല സിയോണിസ്റ്റുകളും അദ്ദേഹത്തെ അങ്ങേയറ്റം പ്രലോഭിപ്പിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഈ ആവശ്യത്തെ നിങ്ങൾ പിന്തുണയ്ക്കണം. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കെതിരെ അനീതി നടന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ അനീതി നടന്നതിൻ്റെ അതിന് നിങ്ങൾ പരിഹാരം തേടേണ്ടത് വേറൊരു നാട്ടിൽ പോയിട്ടല്ലല്ലോ. നിങ്ങൾ എവിടെയാണോ അതാണ് നിങ്ങളുടെ നാട്. നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് ആ നാട്ടിൽ നിങ്ങൾ നല്ല, അത് അവരെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ശേഷിയുള്ള ജനതയാണ്, നിങ്ങൾക്ക് നല്ല സാമ്പത്തിക വിഭവങ്ങളുണ്ട് എല്ലാ രീതിയിലും. അപ്പം അത് നിങ്ങൾ അതത് നാടുകളിൽ നിങ്ങളുടെ രാജ്യമായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ആ രാജ്യത്ത് നിങ്ങളുടെ രാജ്യമായി പരിഗണിക്കണം എന്ന് ഗാന്ധിജി അവർ പറയുന്നുണ്ട്. ഇതാണല്ലോ പക്ഷെ അതേ സമയത്ത് ഇവിടെയൊക്കെ ഉള്ള ആളുകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വേറൊരു രാജ്യത്ത് അവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യുക്തിപരമായി പോലും ആരും അംഗീകരിക്കാത്തൊരു കാര്യമാണ്. അതാണ് സംഭവം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സമൂഹം, ഈ ഒരു അർത്ഥത്തിൽ മതസമൂഹം എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിനോട് എങ്ങനെയായിരിക്കും ലോകം പ്രതികരിക്കുക? ഇപ്പം നമ്മൾ പറയല്ലോ പാകിസ്ഥാനും ഇന്ത്യയും, യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ്. പക്ഷെ പാകിസ്ഥാൻ എങ്ങനെ ഉണ്ടാവുന്നത്? പാകിസ്ഥാൻ എന്ന് പറയുന്ന 2 പ്രബല വംശങ്ങളുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങളും നല്ലൊരു ശതമാനമുണ്ട്, ഹിന്ദുക്കളും ഒരു ശതമാനമുണ്ട്. ഇവർക്കിടയിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളിലൂടെ 2 രാജ്യമായിട്ട് വിഭജിക്കുകയും ഒരു ഭാഗത്തുള്ള മനുഷ്യന്മാർ അതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതല്ല എല്ലാ ഭാഗത്തു നിന്നുള്ള മുസ്ലിങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യമായിട്ട്, ഒരു മതരാഷ്ട്രമായിട്ട് മാറുകയല്ല ചെയ്യുന്നത്.
പക്ഷെ ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തുടനീളമുള്ള ജൂതന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മതരാഷ്ട്രമായിട്ട്, പക്ഷെ ഒരു മതരാഷ്ട്രം എന്ന് സാധാരണ എപ്പോഴും പറയും മതരാഷ്ട്രം പാകിസ്ഥാനാണ്. പക്ഷെ ഒരിക്കലും ഇസ്രായേലിനെ ഒരു മതരാഷ്ട്രമായിട്ട് അവരുടെ ഒരു നെറേറ്റീവിന്റെ വിജയമാണ് യഥാർത്ഥത്തിൽ. യഥാർത്ഥ മതരാഷ്ട്രം എന്ന് പറയുന്നത് ഈ പിന്നെ വെസ്റ്റിന്റെ, ഞാൻ മതരാഷ്ട്രം എന്ന് പറയുന്നത് വേറെ അർത്ഥം, വെസ്റ്റിന്റെ നിർവചനപ്രകാരമുള്ള യഥാർത്ഥ മതരാഷ്ട്രം പാകിസ്ഥാനല്ല, യഥാർത്ഥ മതരാഷ്ട്രം ഇസ്രായേലാണ്. പക്ഷെ ഇതാണ് അവരുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ പൊള്ളത്തരത്തിന് മറ്റൊരു വിഷയം. മൂന്നാമത്തത് അവർ പറഞ്ഞത് ഈ സിയോണിസം എന്ന് പറയുന്നത് തന്നെയാണ് ജൂതമതം. അവിടെ ഏറ്റവും വലിയൊരു പ്രചാരമാണ്. അവിടെയാണ് സിയോണിസത്തെ കുറിച്ച് ചില സൂചനകൾ തരുന്നത്. സിയോണിസം തന്നെയാണ് ജൂതമതം. യഥാർത്ഥത്തിൽ സിയോണിസം അല്ല ജൂതമതം. നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ പ്രത്യേകിച്ച് ഒരു ബഹുജന സമൂഹത്തിലുള്ള നമ്മളുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഖുർആനിൽ ജൂതമായ ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ആ രീതിയിൽ തന്നെ നമ്മൾ പൊതുസമൂഹത്തിൽ അങ്ങനെ തന്നെയാണോ പറയേണ്ടത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. എന്നാൽ ജൂതമതവുമായിട്ട് ഒരു മതം എന്ന അർത്ഥത്തിൽ മതത്തെ അവർ വളരെ സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ ആളുകളായി മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ സിയോണിസം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ബേസിൽ രൂപപ്പെട്ടൊരു സംഗതിയല്ല. മതത്തെ പിന്നീട് ഉപയോഗപ്പെടുത്തിയാണ്. ഹിന്ദുത്വം എങ്ങനെയാണോ സിയോണിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മതത്തെ ഒരു ദേശീയതയായി, മതത്തെ ഒരു ദേശീയ മൂവ്മെന്റ്, ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആക്കി മാറ്റി. ഇന്ത്യയിൽ അങ്ങനെയുള്ള ഹിന്ദുത്വം എന്ന് പറയുന്നത് മതമല്ല, ഹിന്ദു മതത്തെ ഒരു ദേശീയ പ്രസ്ഥാനമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വം ചെയ്തതുപോലെ തന്നെ. ഈ നമ്മളുടെ ഈ സവർക്കർ ഹിന്ദുത്വം എന്ന് പറയുന്ന പുസ്തകത്തിൽ ചെയ്ത അതേപോലെയാണ് യഥാർത്ഥത്തിൽ സിയോണിസം എന്ന് പറയുന്നത്. ഈ ജൂതമതത്തെ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് അദ്ദേഹം അതിന് മാറ്റുകയാണ്. ആ മാറ്റിയ സന്ദർഭത്തിൽ വലിയ എതിർപ്പുകൾ പല ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒരു ഭാഗത്തിൽ എതിർപ്പ് യാഥാസ്ഥിതികരമായ റബ്ബിമാർ. അവർ പറഞ്ഞു ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ സ്ഥാപിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയമായ രാജ്യമല്ല. യേശുക്രിസ്തു മിശിഹ എന്ന് പറയുന്ന അവർ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്ന, യേശുക്രിസ്തു ഒരിക്കൽ വന്നിട്ട് പോലും അവർ അംഗീകരിക്കാത്ത ജൂതന്മാർ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മിശിഹ എന്ന് പറയുന്ന അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മീയ കേന്ദ്രമായിട്ടുണ്ടാകേണ്ടുന്ന കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഈ ജെറുസലം എന്ന. അതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിന്റെ ഇച്ഛക്കെതിരാണ് എന്ന് അവര് ശക്തമായിട്ട് എതിർത്തിരുന്നു ഒരു കൂട്ടര്. രണ്ടാമത്തെ ഒരു കൂട്ടര് സെക്കുലറായ ജൂതന്മാർ തന്നെ ഇതിനോട് ഇങ്ങനൊരു രാജ്യം ഉണ്ടായാൽ, എല്ലാ ലോകത്തുടനീളം എല്ലാ ജൂതന്മാർക്കും അങ്ങനെ ഒരു രാജ്യം ഉണ്ടായാൽ ലോകത്തുടനീളം സമീപഭാവിയിൽ തന്നെ വലിയ രീതിയിലുള്ള ജൂതവിരുദ്ധത, സെമിറ്റിക് വിരുദ്ധത വീണ്ടും തിരിച്ചു വരും. ഇതൊരു യാഥാർത്ഥ്യം ഇനി സംഭവിക്കാൻ പോകുന്നതാണത്. ഇപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിന് ശേഷമൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. ലോകത്ത് വീണ്ടും ഈ സെമിറ്റിക് വിരുദ്ധത എന്ന് പറയുന്ന ഇപ്പോൾ അവർ ഇല്ലാതാക്കി ആ സെമിറ്റിക് വീണ്ടും തിരിച്ചു വരും. അന്ന് തന്നെ ഈ സിയോണിസത്തെ എതിർത്ത സെക്കുലർ സിയോണിസ്റ്റുകളായ ആളുകൾ എതിർത്തിരുന്നു. മൂന്നാമത്തെ ഒരു കൂട്ടർ റിഫോർമിസ്റ്റ് പരിഷ്കരണവാദികളായ ജൂതന്മാർ ഇസ്രായേൽ രാഷ്ട്രത്തെ എതിർത്തിരുന്നത് ഈ ജൂതമതത്തിന്റെ മാനവികമായ മൂല്യങ്ങളെ തകർക്കുന്നതാണ് യഥാർത്ഥത്തിൽ ജൂതമതത്തെ ഒരു ദേശീയതയായി മാറ്റുന്നത്. ഒരു ദേശീയ മതമായിട്ട് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനമായിട്ട് ജൂതമതത്തെ മാറ്റുന്നത് ജൂതമതത്തിന്റെ സാർവലൗകിക മൂല്യങ്ങളെ തകർക്കുന്നതാണ് എന്ന രീതിയിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ പക്ഷെ പിൽക്കാലത്ത് എന്ന് മാത്രമല്ല ഇസ്രായേലിനകത്ത് പോലും ഇപ്പോൾ ഇസ്രായേലിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ നമുക്ക് ഇലാൻ പാപ്പ എന്ന് പറയുന്ന ഇസ്രായേലി ചരിത്രകാരനായ അദ്ദേഹത്തിൻ്റെ 10 മിത്ത് അബൌട്ട് ഇസ്രായേൽ എന്ന പുസ്തകത്തിൽ ഈ ഇസ്രായേലിന്റെ എല്ലാ നെറേറ്റീവുകളെയും ഞാൻ പ്രധാനമായ റെഫറൻസ് ആക്കിയ ഈ പ്രഭാഷണത്തിനും റെഫറൻസ് ആക്കിയ ആ പുസ്തകത്തിൽ വളരെ അക്കമിട്ടുകൊണ്ടുള്ള ഇസ്രായേലിന്റെ നെറേറ്റീവുകളെ പൂർണ്ണമായിട്ട് പൊളിക്കുന്നൊരു പുസ്തകമാണ്. അപ്പോൾ ഇസ്രായേലിനകത്ത് തന്നെ ഇസ്രായേലിന് പുറത്തും അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ മൊത്തം ഇപ്പോൾ നമുക്ക് സൂചിപ്പിക്കുന്ന പോലെ ഈ ഒരു വലിയ രീതിയിലുള്ള ഈ വെസ്റ്റിന്റെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് വലിയ രീതിയിൽ ഉയർത്തിക്കാണിക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ ഒരു അർത്ഥത്തെ അപ്പൊ ജൂതൻ എന്ന് പറയുന്നത് അതുപോലെയാണ്, സിയോണിസം ഒന്നാണ് എന്നുള്ള ഈ ഒരു ആഖ്യാനം യഥാർത്ഥത്തിൽ
നമ്മളും ആ ആഖ്യാനത്തിൽ പെട്ടുപോകാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുക. പ്രത്യേകിച്ചും പൊതുസമൂഹത്തിൽ ഇതിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സമീപനം എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന് നാലാമത്തൊരു സംഗതി, യഥാർത്ഥത്തിൽ സിയോണിസം എന്ന് പറയുന്നത് കൊളോണിയലിസമാണ് യഥാർത്ഥത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വളരെ കൃത്യപ്പെട്ട ഒരു സംഗതിയാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ എന്നാൽ ഒരു നമ്മളതിനെ കൊളോണിയലിസത്തിന്റെ പലതരം കൊളോണിയലിസം ഉണ്ട്. ഒരു സ്ഥലം കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ യൂറോപ്പ്, ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യം ഇപ്പോൾ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നിട്ട് അവരെന്താ ചെയ്തത്? ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ പിന്നെ റിസോഴ്സുകൾ, വിഭവങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ രാജ്യങ്ങളിലേക്ക് കടത്തി ആ രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തി. യൂറോപ്പിലെ വ്യവസായ വിപ്ലവവും കാർഷിക വിപ്ലവമൊക്കെ ഉണ്ടായത് നേരത്തെ ലോകത്തിന്റെ ഔറംഗസീബിന്റെ ഇന്ത്യയിലെ GDP എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ GDP ആയിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ GDP ഉള്ള രാജ്യമായിരുന്നു ഔറംഗസീബിന്റെ മുഗൾ ഇന്ത്യ എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ നിന്ന് 200 വർഷത്തെ ഭരണം കൊണ്ട് GDP 1.2 എന്നതാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് കൊളോണിയലിസം ചെയ്ത ഏറ്റവും വലിയൊരു സംഗതി. പക്ഷെ അവർ ഒരു കാര്യം ചെയ്തിട്ടില്ല. അവരെ യൂറോപ്യന്മാരൊക്കെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ഒരു യൂറോപ്പാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു രീതിയാണ് കൊളോണിയലിസത്തെ. മറ്റൊരു സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്ന മറ്റൊരു രീതിയുണ്ട്. സെറ്റ്ലർ കൊളോണിയലിസം ഇത് ഇസ്രായേലിന് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഈ സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്നത് രാജ്യത്ത് കുടിയേറ്റത്തിലൂടെ അവരുടെ രാജ്യമാക്കി മാറ്റുക. ഒരു പ്രദേശത്തെ കുടിയേറ്റത്തിലൂടെ അവരുടെ രാജ്യമാക്കി മാറ്റുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അമേരിക്കയാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരു സെറ്റ്ലർ അമേരിക്കയിൽ ഇപ്പൊ നമ്മൾ അമേരിക്ക കണ്ടുപിടിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രത്തിൽ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ടാവും, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. അപ്പൊ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആ രാജ്യം അവിടെ ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇവര് സ്പെയിനിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ അവിടുന്ന് പോയ ആളുകൾ അവിടെയുള്ള തദ്ദേശീയരായ മായനിസ്റ്റുകൾ എന്ന് പറയുന്ന അവിടുത്തെ പഴയ റെഡ് ഇന്ത്യക്കാരെയൊക്കെ പൂർണ്ണമായിട്ടൊന്ന് അടിച്ചോടിച്ചിട്ട് രൂപം കൊടുത്ത ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇതാണ് സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്നത്. മറ്റ് ദക്ഷിണാഫ്രിക്ക എങ്ങനെയാണ്? ദക്ഷിണാഫ്രിക്ക യൂറോപ്യന്മാർ അങ്ങോട്ട് കുടിയേറി അവിടെ അപ്പാർത്തൈഡ് എന്ന് പറയുന്ന ഒരു സംഗതി ദീർഘകാലം നിലനിൽക്കാൻ കാരണം അതായിരുന്നു. അവിടുത്തെ വെള്ളക്കാരെന്ന് പറയുന്ന അവിടുത്തെ രാജ്യക്കാരല്ല, യൂറോപ്പിൽ നിന്ന് പോയതാണ്. ഈ ഒരു അർത്ഥത്തിലുള്ള സെറ്റ്ലർ കൊളോണിയലിസമാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. ലോകത്തുടനീളമുള്ള ജൂതന്മാരെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവിടെയുള്ള 10-15% മാത്രമുള്ള ജൂതന്മാർ, അവരിന്ന് ഏറ്റവും ഇസ്രായേലിനകത്ത് ഡിസ്ക്രിമിനേറ്റഡ് പീപ്പിളാണ്. അവിടുത്തെ തദ്ദേശീയരായ ജൂതന്മാർ അറബികളെപ്പോലെ തന്നെ ഡിസ്ക്രിമിനേറ്റഡ് പീപ്പിളാണ്. സഫേദുകൾ എന്നാണ് അവരെ കുറിച്ച് പറയുക. സഫേദുകൾ എന്ന് പറയുന്ന ഈവൻ ജൂതന്മാർ തന്നെ എന്നാൽ യൂറോപ്പ് ആളുകളെല്ലാം ഏതോ കാലത്ത് അവരുടെ പിൻഗാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയ ഒരു അവിടുത്തെ ഈ യഹൂദരാഷ്ട്രം എന്ന് പറയുന്ന ഈ കൃതി പുറത്തു വന്നതിന് ശേഷമാണ് വളരെ ആസൂത്രിതമായിട്ട് ജൂതന്മാരെ ബ്രിട്ടീഷുകാരുടെ 1-ാം ലോക മഹായുദ്ധത്തിലെ അവർക്കൊരു മാൻഡേറ്റ് ഉണ്ടായി. മാൻഡേറ്റിന് ശേഷം ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്ന പ്രഖ്യാപനത്തിലൂടെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജൂത പ്രമുഖ എന്നുള്ള കത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ജൂതന്മാർക്ക് ഒരു ഗേഹമുണ്ടാക്കി തരും ഇതിനാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഈ ബാൽഫർ പ്രഖ്യാപനത്തിന് ശേഷമാണ് യൂറോപ്പിൽ നിന്ന്, റഷ്യയിൽ നിന്നും അതുപോലെ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള കുടിയേറ്റമുണ്ടായി. അങ്ങനെയാണ് അവിടെ വലിയ സംഘർഷം ഉണ്ടാകുന്നത്. പക്ഷേ ഈ സംഘർഷമാണ് വലിയ രീതിയിൽ കലാപങ്ങളായിട്ട് മാറുന്നത്. 1926 മുതൽ ഏതാണ്ട് 36-48 വരെ നിരന്തരമായ കലാപങ്ങൾ അറബികൾക്കിടയിലും അതുപോലെ തന്നെ ഈ ജൂതന്മാർക്കിടയിലും നടന്നിരുന്നു ബ്രിട്ടീഷ് മാൻഡേറ്റിന് കീഴിൽ. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രചരണം അവർ യഥാർത്ഥ സ്വമേധയാ വിട്ടുപോകുകയായിരുന്നു എന്നുള്ളതാണ്. ഫലസ്തീനികൾ തങ്ങളുടെ പ്രദേശം സ്വമേധയാ വിട്ടുപോകുകയായിരുന്നു. ഈ സ്വമേധയാ വിട്ടുപോകുന്നു പറയുന്നതോട് അവർ ആദ്യത്തെ ഒരു നിരേഷം പൊളിയുന്നുണ്ട്. ഇതൊരു എംപ്റ്റി ലാൻഡ് ആയിരുന്നു എന്ന് പറയുന്ന ആദ്യത്തെ പ്രചരണം ഈ 5-ാമത്തെ ഇതുകൊണ്ട് പൊളിഞ്ഞു പോകുന്നുണ്ട്. കാരണം ഇവർ സ്വമേധയാ വിട്ടുപോകണമെങ്കിൽ അവിടെ ആളില്ലായിരുന്നല്ലോ ഇവരുടെ ആദ്യത്തെ പ്രചരണം. അവരുടെ തന്നെ പ്രചരണത്തെ പൊളിക്കുകയാണ്. സ്വമേധയാ വിട്ടുപോവുകയായിരുന്നു എന്നാണ് അവരുടെ പ്രചരണം. പക്ഷേ നമുക്കറിയാം ഈ 48 വരെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രം നിലവിൽ വരുന്നത് വരെ നിരന്തരമായ ഈ ജൂത ഭീകര സംഘടനകൾ, ഇർഗുൺ, അതുപോലെ തന്നെ സ്റ്റേൺ എന്ന് പറയുന്ന പിൽക്കാലത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ മൊഹനാൻ ബഗൻ നേതൃത്വം നൽകുന്ന ഇർഗൂൻ എന്ന് പറയുന്ന ഇവർ നടത്തിയ കൂട്ടക്കൊലകൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദറിയാസിർ എന്ന് പറയുന്ന വലിയ രീതിയിൽ കൂട്ടക്കൊലകൾ, അറബികളെ നിരന്തരമായിട്ടുള്ള, മാത്രമല്ല
അവർക്ക് അവരുടെ എന്താ പറയാ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ആയുധം കൈവെക്കാം എന്ന് ബ്രിട്ടീഷ് മാൻഡേറ്റ് അനുവാദം കൊടുക്കുകയും അറബികളെ നിരായുധീകരിക്കുകയാണ് ചെയ്തത്. മുഫ്തി അമീനുൽ ഹസൻ ഹുസൈനിയുടെ ഖുദ്സിലെ അന്നത്തെ മുഫ്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ, പ്രതിരോധ ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ പ്രതിരോധ ആളുകളുടെ മുമ്പിൽ ആയുധങ്ങൾ പൂർണ്ണമായിട്ട് അവരെ നിരായുധീകരിക്കുകയും ഇവരെ സായുധവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മാൻഡേറ്റ് ഭരണം ചെയ്തത്. ഇതായിരുന്നു അവരുടെ മറ്റൊരു പ്രചരണം. ഇത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം. ഈ പ്രചരണമാണ് നമ്മൾ കൃത്യമായിട്ട് പൊളിക്കേണ്ടത്. ഈ മധ്യപൗരസ്ത്യ ദേശത്തെ ഏക ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പൊ ഇവിടൊക്കെ പത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. മധ്യപൗരസ്ത്യ ദേശത്തെ ഏക ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ. പൂർണ്ണമായും തെറ്റായ ഒരു നരേറ്റീവാണ് യഥാർത്ഥത്തിൽ. പൂർണ്ണമായും ഒരു മതരാഷ്ട്രമാണ്. മതരാഷ്ട്രം എന്നല്ല എന്ന് പറയേണ്ടത്. ഞാൻ യൂറോപ്യൻ ആഖ്യാനത്തിൽ യഥാർത്ഥത്തിൽ വംശീയ രാഷ്ട്രമാണ് എന്നാണ് പറയേണ്ടത്. മതരാഷ്ട്രമാണെങ്കിൽ മതത്തിൻ്റെതായ ചില മൂല്യങ്ങളെങ്കിലും അതിനുണ്ടാവും. മതരാഷ്ട്രം എന്ന് പറയുന്നത് നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടി വെസ്റ്റ് ഉണ്ടാക്കിയ ഒരു സംഗതിയെ നമ്മൾ അങ്ങനത്തെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. എന്നാൽ മതരാഷ്ട്രം എന്നല്ല അതിനെക്കുറിച്ച് പറയേണ്ടത് ഒരു വംശീയ രാഷ്ട്രം എന്ന രീതിയിലാണ്. കാരണം ഏറ്റവും ഒടുവിൽ 1918 ഈ ഇസ്രായേൽ പാർലമെന്റ് നെസറ്റ് പാസാക്കിയ ഇതിൽ ജൂതന്മാർക്ക് ലോകത്തെവിടെയുള്ള ജൂതന്മാർക്കും അങ്ങോട്ട് കുടിയേറാം, അവർക്ക് പൗരത്വം നൽകും. പക്ഷേ ഇവിടുന്ന് ഓടിക്കപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും അറബികളായ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആർക്ക് തിരിച്ചു വരാൻ പാടില്ല. ഇത് നിയമമാണ്. എന്നാൽ അവിടെയുള്ള ജനിച്ച ആളുകൾക്ക് ഒരിക്കലും അങ്ങോട്ട് വന്നാൽ അവർക്ക് പൗരത്വം നൽകുകയില്ല. മാത്രമല്ല ലോകത്തുടനീളമുള്ള ആളുകൾക്കുള്ള ജൂതന്മാർക്ക് അവിടെ വന്നാൽ ഇപ്പൊ നമ്മുടെ ഇവിടെ പാസാക്കിയ പൗരത്വം എന്തേലും ചോദിച്ചോ? ഏത് 1918 അതെ സോറി 2018 സോറി തെറ്റുപറ്റിയിരുന്നു. സോറി 2018 ഓക്കെ 2018 പിന്നീട് സംശയങ്ങൾ പിന്നീട് ചോദിക്കുക. ഞാനിങ്ങനെ ആവർത്തി പറഞ്ഞു പോവുകയാണ്. ഇതിന്റെ നമുക്കറിയാം 13%, 14% 18 വരെ പറയപ്പെടുന്നുണ്ട് ശതമാനത്തോളം അറബികളായ ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ രവിചന്ദ്രനൊക്കെ സാധാരണയായിട്ട് പറയല് അവിടെ 18%, 20% മുസ്ലിങ്ങൾക്ക് ഭയങ്കര സൗകര്യമുണ്ട്. യഥാർത്ഥത്തിൽ 18-20% മുസ്ലിങ്ങളല്ല അറബികളുണ്ട്. ക്രിസ്ത്യാനികളെ കൂട്ടിച്ചേർത്താണ് രവിചന്ദ്രൻ അത് പറയല്. പക്ഷെ ഇവർക്ക് അങ്ങേയറ്റം ഡിസ്ക്രിമിനേറ്റഡ് ആയ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ മാത്രമല്ല ഈ നമ്മളെ നക്കബ എന്ന് പറയുന്ന ഈ ഫലസ്തീൻ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നക്കബ 1993 മുതൽ 1903 ഓസ്ലോ കരാർ ഉണ്ടാകുന്നത്. ഓസ്ലോ കരാറിലൂടെയാണ് ഈ വെസ്റ്റ് ബാങ്കും അതുപോലെ തന്നെ ജെറീക്കോ എന്ന പ്രദേശങ്ങളിൽ സ്വയംഭരണം നൽകുമെന്ന് പറയുന്നത്. ഇതിനെ തന്നെ നിരന്തരമായി അട്ടിമറിക്കുന്നത്. നിരന്തരമായി കരാറുമായിട്ട് ഒരു ബന്ധവും കരാറുണ്ടാവും, പക്ഷെ ഞങ്ങൾ കരാറാണ് പക്ഷെ ഇതാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കരാറിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് അറബ് രാജ്യങ്ങളുടെ വിപണി കൈയടക്കുക എന്നുള്ളതാണ്. അറബ് രാജ്യങ്ങളിൽ അവരുടെ വിപണി അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണ് അബ്രാഹിം അക്കോഡ് എന്ന രീതിയിലുള്ള ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേ പാരമ്പര്യത്തിലാണെന്ന് എന്ന ഒരു നരേറ്റീവിലൂടെ അറബ് രാജ്യങ്ങളൊക്കെ തന്നെയും ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക്, നേരത്തൊക്കെ വളരെ രഹസ്യമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നു, പരസ്യമായ ഒരു ബന്ധത്തിലേക്ക് ഈ കരാർ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു ഈ രീതിയിൽ അറബ് രാജ്യങ്ങളെ ശിഥിലമാക്കുക, അറബ് രാജ്യങ്ങളിൽ അവരുടെ വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഇത്തരം കരാറുകളുടെ ഏറ്റവും ഒടുവിൽ ഇനി മറ്റൊരു ലക്ഷ്യം. ഈ കരാർ നടക്കുമ്പോൾ തന്നെയാണ് വെസ്റ്റ് ബാങ്കിൽ നേരത്തെ അവർക്ക് സ്വയംഭരണം നൽകപ്പെടുന്ന പ്രദേശത്തിലേക്ക് ജൂത കുടിയേറ്റങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മസ്ജിദുൽ അക്സ നിരന്തരം കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഹമാസിന്റെ ഈ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്നൊന്നല്ല. ഈ ഒരു മൊത്തം അറബ് ലോകത്തിന്റെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ അവസ്ഥ, ഭൗമരാഷ്ട്രീയ സംഭവം മൊത്തം അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ഒരു നോർമലൈസ് ചെയ്യുക. അതോട് സംഭവിക്കുന്നത് ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കാൻ പറ്റും, ഇസ്രായേലിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ അറബ് രാജ്യങ്ങൾ നടക്കും. ഈ ഒരു ഘട്ടത്തിൽ ഇതൊരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് നേരത്തെ
നടന്ന കരാറുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ജെറുസലം എന്ന് പറയുന്ന ജെറുസലമിനെ അന്താരാഷ്ട്ര പ്രദേശമാക്കി നിയന്ത്രണത്തിലുള്ള പ്രദേശമാക്കി മാറ്റണമെന്നായിരുന്നു കരാറുണ്ടായിരുന്നത്. ഈ കരാറിനെ അംഗീകരിക്കാതെ ജെറുസലമിനെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു. ഇത് ലോകം അംഗീകരിച്ചിരുന്നില്ല. നേരത്തെ പിന്നെ ഈ തൊട്ടുമുമ്പുള്ള ഇന്നത്തെ തൊട്ടുമുമ്പുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരെന്തായിരുന്നു? റൊണാൾഡ് ട്രംപാണ് ജെറുസലേം തലസ്ഥാനമായി അംഗീകരിച്ച പിന്നെ ഇസ്രായേലിന് പുറത്തു നിന്ന് അംഗീകരിച്ച ഒരു രാജ്യം. പിന്നീട് ചെറിയ ചെറിയ രാജ്യങ്ങൾ മാത്രമാണ്. മറ്റെല്ലാ രാജ്യങ്ങളുടെയും ആസ്ഥാനം ഇപ്പോഴും എംബസികളൊക്കെ തന്നെ തെൽഅവീവിലാണ് ഉള്ളത്. പക്ഷെ ഈ ഒരു അർത്ഥത്തിൽ കരാറുകൾ ഒരു ഭാഗത്തുണ്ട് എന്ന് പറയുകയും ആ കരാറിലൂടെ അറബ് രാജ്യങ്ങളുടെ വിപണിയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കാൻ വേണ്ടി കരാറുകളുണ്ടാക്കും, മറുഭാഗത്ത് കരാറുകൾ നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു ആക്രമണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരുന്നാലും ഒരു വേള ഹമാസ് നാമാവശമാശം ഒന്നോ രണ്ടോ ഉദാഹരണം പറഞ്ഞാൽ 1945 രണ്ടാം ലോക മഹായുദ്ധം വിജയിക്കുന്നത് വരെ ലോകത്തിൻ്റെ ശക്തി, ഏറ്റവും വലിയ ശക്തി ബ്രിട്ടനായിരുന്നു. പക്ഷെ ബ്രിട്ടന്റെ ശക്തി ആ യുദ്ധത്തോടു കൂടി തന്നെ തകർന്നു. വിജയിച്ചതിന്റെ നായകനായിരുന്നു ബ്രിട്ടൻ എന്ന് പറയുന്നത്. പക്ഷെ ലോകശക്തി പിന്നീട് ഇതിലേക്കാണ് മാറുന്നത്, അമേരിക്കയുടെ കയ്യിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ലോകത്ത് പല പല സംഭവങ്ങൾ ചരിത്രത്തിൽ വിശകലനം ചെയ്ത ഒരുപാട് സംഭവം നമുക്ക് കാണാൻ പറ്റും. വാർ ഓൺ ടെറർ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ശക്തി, അമേരിക്കയുടെ ഒരു ലോക പോലീസ് എന്ന് പറയുന്ന അവസ്ഥക്ക് വലിയ രീതിയിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ അത് വലിയ രീതിയിൽ തകർത്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ യുദ്ധവും ആ ഒരു മാറ്റത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ നമ്മൾ സ്വയം തിരിച്ചറിയുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ സ്വയം മാറാതെ നമ്മൾ വിധിയെ മാത്രം വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. സ്വയം മാറാൻ തയ്യാറാത്ത ഒരു സമൂഹത്തെയും അല്ലാഹു മാറ്റുകയില്ല എന്ന ഗുണപാഠം ചരിത്രത്തിൽ സംഭവിക്കും. ഒരിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ചരിത്രത്തിലൊന്നും സംഭവിക്കുന്നില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ചരിത്രത്തിലൊന്നും സംഭവിക്കുകയില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകന്മാരുടെ കാലത്ത് മാത്രമേ, അതും ബനൂ ഇസ്രായേൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ മുഹമ്മദ് നബിയൊക്കെ തന്നെയും എല്ലാ കാരണങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. അല്ലാതെ മെയ്യനങ്ങാതെ പിന്നെ അള്ളാഹു മന്നും സൽവയും ഇറക്കി കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ അല്ല പ്രവാചകന്റെ പോരാട്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകം ഈ ഒരു തിരിച്ചറിവിലേക്ക്, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എക്കോണമി, സ്വതന്ത്രമായ ഒരു എക്കോണമി മുസ്ലിം ലോകത്ത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും അമേരിക്കയുടെ മുമ്പിൽ നമുക്ക് തുർക്കിക്കടക്കം മുട്ടുമടക്കേണ്ടി വരുന്നത്. നമ്മൾ തുർക്കിയെ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ തുർക്കിക്കും സാധ്യമാകാത്ത തരത്തിൽ ഈ ഒരു എക്കോണമിക്ക് അകത്താണ്. പക്ഷെ ഇറാൻ സമാന്തരമായ ചെറിയ രീതിയെങ്കിലും ഒരു എക്കോണമി വികസിപ്പിച്ചെടുത്തത് കൊണ്ടാണ് അവർക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഷിയ സുന്നി വൈരുദ്ധ്യത്തിലേക്ക് നമ്മൾ പോയാൽ അത് വലിയ രീതിയിൽ അപകടം ചെയ്യും. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പറഞ്ഞാൽ സ്വതന്ത്രമായ ഒരു എക്കോണമി, അതുപോലെ തന്നെ സ്വന്തമുള്ള ആത്മവിശ്വാസം വളർത്തിയെടുക്കാത്ത കാലത്തോളം ഇസ്ലാമിക ലോകം രക്ഷപ്പെടുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.